ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രായേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണെന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ചാനൽ 12ന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ബെനറ്റ് ഖത്തറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായി പറയുന്ന രാജ്യമാണെങ്കിലും ഖത്തറാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അപകടകാരിയെന്ന് ബെനറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ സേനയ്ക്ക് ഖത്തർ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും അൽ ജസീറ ചാനലിലൂടെ ഇസ്രായേലിനെതിരെ നിരന്തരം പ്രചാരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ സർവകലാശാലകളിൽ അടക്കം സ്വാധീനം ചെലുത്താൻ ഖത്തർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സഹായികൾ ഖത്തറിന് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ഖത്തർ ഗേറ്റ് വിവാദത്തിലും സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ബെനറ്റിന്റെ ഈ ആരോപണങ്ങളെല്ലാം ഖത്തർ പൂർണ്ണമായും തള്ളിക്കളയുകയാണുണ്ടായത്. ഗാസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കുന്നതുവരെ യാതൊരു ഇളവും അനുവദിക്കരുതെന്നും ഹമാസ് ഈജിപ്റ്റ് വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തി വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും ബെനറ്റ് അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകി. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗെദർ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിശാലമായ സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ബെനറ്റ് കൂട്ടിച്ചേർത്തു. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർവേ ഫലങ്ങളും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ മറ്റൊരു പ്രസംഗത്തിലും ഖത്തറിന്റെ നേതാക്കൾക്ക് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ബെനറ്റ് ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ ഖത്തർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ഖത്തർ എംബസി ബെനറ്റിന്റെ പ്രസ്താവനകളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാക്കിയുള്ള തെറ്റായ പ്രചാരണമെന്ന് വിശേഷിപ്പിച്ചു. ഗാസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കുന്നതുവരെ യാതൊരു ഇളവും അനുവദിക്കരുതെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. 2023 ഒക്ടോബറിലെ ആക്രമണത്തിന് മുമ്പുണ്ടായിരുന്നതിലും കൂടുതൽ അംഗങ്ങളെ അവർ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഈജിപ്റ്റ് വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തിക്കൊണ്ടുവരുന്നുവെന്നാണ് വിവരമെന്ന് ബെനറ്റ് ആരോപിച്ചു. നടക്കാനിരിക്കുന്ന ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ ജീവിത ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏറ്റവും പുതിയ സർവേകൾ പ്രകാരം നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിനും സയനിസ്റ്റ് പ്രതിപക്ഷത്തിനും പാർലമെന്റിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 61 സീറ്റുകളുടെ ഭൂരിപക്ഷം നേടാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. ഞായറാഴ്ചയുണ്ടായ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 19 പാലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം സമീപകാലത്തുള്ളതിൽ വെച്ചുള്ള ഏറ്റവും ഉയർന്ന ദൈനംദിന മരണനിരക്കാണിത്. ഗാസ സിറ്റി, ദേർ അൽ ബലാഹ്, ഖാൻ യൂനൂസ് എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ, അപ്പാർട്ട്മെന്റുകൾ, വീടുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമണം നടത്തിയത്. ദേർ അൽ ബലാഹിലും ഖാൻ യൂനൂസിനും സമീപമുള്ള മവാസിയിലുമുണ്ടായ ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലും സരയ സ്ക്വയറിന് സമീപം കാറിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.